ഗാഥയുടെ സ്പെഷ്യൽ രുചി. അതെ, എപ്പോ താനോടൊന്ന് പോയി കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോ എൻ്റെ കണ്ണും നാവും മനസ്സും എല്ലാം നിറച്ചോണ്ടാണ് വരുന്നത്. ഇതുപോലൊരു സ്പെഷ്യൽ ചായ കയ്യിലുണ്ടാവും. ഒട്ടും കലർപ്പില്ലാത്ത ഈ ചിരി മുഖത്തുണ്ടാവും. ഒരിക്കൽ പോലും വാടാത്ത ഈ മുഖം ഉണ്ടാവും. പിന്നെന്താ സംഭവിക്കുന്നത്? അതാ എനിക്കറിയേണ്ടത്. പെട്ടെന്നതൊക്കെ എവിടെ തേഞ്ഞു വാഞ്ഞു പോകുന്നത്? എപ്പോഴാ ദേഷ്യമൊക്കെ വരുന്നത്? എപ്പോഴാ മറ്റുള്ളവരെ കണ്ടിട്ടില്ലാത്ത പോലെ പെരുമാറുന്നത്? ഇത് ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ ഒറ്റയടിക്ക്. ഒറ്റയടിക്ക് അതിന്റെ ഉത്തരം പറയണമെന്നില്ല. എന്റെ മനസ്സിൽ ഈ ആശങ്കകളൊക്കെ ഉണ്ടെന്ന് താൻ അറിഞ്ഞിരിക്കണം. അതിന്റെ ഓരോന്നിന്റെ ഉത്തരം പതുക്കെ പതുക്കെ താൻ കണ്ടെത്തണം. എല്ലാത്തിനും ഉത്തരം താൻ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഞാൻ ശ്രമിക്കാം. എനിക്കൊരിക്കലും ആരോടും മോശമായിട്ട് പെരുമാറണമെന്ന് ഒരു താല്പര്യമില്ല നവീൻ. പക്ഷേ എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചു പോകുന്നതാ. അതാ സത്യം. ഈ അവസ്ഥയിൽ നിന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരവസ്ഥയിലേക്ക് താൻ മാറുന്ന മാറ്റമുണ്ടല്ലോ. അപ്പം ഞാൻ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് തനിക്കറിയോ കഥ? പോട്ടെ നവീൻ, കഴിഞ്ഞതൊക്കെ നമുക്ക് കുഴിച്ചു മൂടിക്കളയാം. എപ്പോഴും പറയാനുള്ളതാ ഞാൻ. എന്നാലും ഇനി അങ്ങോട്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ നോക്കാൻ ഞാൻ. അത് തന്നെ എൻ്റെ പ്രതീക്ഷ. ഇതൊക്കെ എന്തോന്നാ അമ്മേ? ഇതിപ്പോ കൈ ചേർത്ത് പിടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതിനപ്പുറം കണ്ടവനായി ഈ മാണിക്കുഞ്ഞ്, അറിയോ? എന്നിട്ട് മാണിക്കുഞ്ഞിന് ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല. അതെ സാറേ, ഒന്നും മിണ്ടായിരിക്കും മാണിക്കുഞ്ഞ്. പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ സാറേ. തുടങ്ങിയല്ലോ. അതെ, അത് വിട്. രണ്ടുപേരോടും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ലെങ്കിലേ ഒറ്റ അടിയാൻ വെച്ചേരും രണ്ടുപേർക്കും. അങ്ങനെ ആലോചിച്ചില്ലെങ്കിൽ അടി കിട്ടുന്ന കാര്യം എന്താ? എന്താ സാറേ? ഇത്ര ആലോചിക്കാനൊന്നുമില്ല. നിങ്ങളുടെ കല്യാണ വാർഷികോ ആണോ? എന്നിട്ട് അതെന്താ മറന്നുപോയത്? സാറേ, സാറിന് ഓർമ്മ ഉണ്ടായിരുന്നോ? ഗത മാഡം, മാഡത്തിന് ഓർമ്മ ഉണ്ടായിരുന്നോ?